അഭിലാഷിന് വലിയ സന്തോഷത്തിൽ വന്നിരുന്ന് സിനിമയുടെ കോമഡി കഥകൾ പറഞ്ഞ് ഞങ്ങളോട് ന്യായീകരിക്കാൻ പറയാണ്. SFI എതിരായിരുന്നു, KSU എതിരായിരുന്നു, MSF എതിരായിരുന്നു, പിന്നെ AISF എതിരായിരുന്നു. എന്നിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് CPI-യോട് പോലും ചോദിക്കാതെ പിന്നെ ദുരൂഹമായി സ്വകാര്യമായി പോയി തലയിൽ കൊണ്ടിട്ട് ഒപ്പിട്ട് വന്നു. ഞങ്ങൾ PM3 എന്ന് പറഞ്ഞ കേന്ദ്ര പദ്ധതി അല്ലെങ്കിൽ ഒരുപാട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് നിർബന്ധമായ സാഹചര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒരുപാട് ഉന്നത മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് പല പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റേതാണ്. അല്ല, അന്നും ഇന്നും ഒരേ വാചകമാണ്. ഒരേ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അല്ല, അഭിലാഷ് ഇന്ന് ഇന്ദ്ര മുതൽ ഞങ്ങളോട് ന്യായീകരിക്കാൻ പറയാണ്. ഞാൻ ന്യായീകരിക്കണ്ട, ഞങ്ങൾ അന്ന് പറഞ്ഞതും ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടോ, നല്ല ചിരിച്ച് പ്രസന്ന ഇരിക്കുന്നതോടറിയോ. നിങ്ങളോടും മലയാളികളോടും ഞങ്ങൾക്ക് അന്തസ്സോടെ പറയാൻ കഴിയും, ആ അന്ന് വിമർശിച്ചതും ഇന്ന് പറയുന്നത് ഒരേ കാര്യമാണ്. തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ട MOU ആണ്. മന്ത്രിസഭാംഗങ്ങൾ അറിഞ്ഞില്ല, ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI അറിഞ്ഞില്ല, മറ്റ് ഘടകകക്ഷി അറിഞ്ഞില്ല, മന്ത്രിമാരും അറിഞ്ഞില്ല. അതാണല്ലോ പ്രശ്നം. താങ്കൾ ശരിയായി ചൂണ്ടിക്കാണിച്ചു, അതൊരു ശരിയായ വിമർശനവുമാണ്. ഇതെന്തിനാ ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്. അങ്ങനെ മന്ത്രിസഭ പോലും അറിയാതെ ഒരു വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ട MOU അത് ഞങ്ങൾ നടപ്പാക്കിയ തീരുമാനം നിർബന്ധ ബുദ്ധിയുണ്ട. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഒരു ഡ്യൂ പ്രോസസ് നടക്കാതെ വന്ന MOU ആയതുകൊണ്ട് ഞങ്ങൾ അതിനെ വില വെക്കുന്നില്ല എന്ന് നിലപാടെടുക്കാനോ പറ്റുമോ? PM3 എന്ന പദ്ധതിയുടെ കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. കേരളീയ വിദ്യാഭ്യാസത്തിന് പുരോഗതിയുടെ പാതയിൽ കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെങ്കിൽ അത് നടപ്പിലാക്കേണ്ട നിർബന്ധ സാഹചര്യം ഉണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കെണിയിൽ കേരളത്തെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ആലോചിച്ചിരിക്കാൻ സമയമില്ല. എന്നതെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. ഞങ്ങൾ അങ്ങനെ ഒരു ഫോൾസ് നറേറ്റീവ് കേരളത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാവാൻ ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഓണസ്റ്റായി സമ്മതിച്ചാൽ മതി എന്നാ പിന്നെ പ്രശ്നം തീർന്നു. അങ്ങനെയാണോ? മതേതരത്വം കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു PM3 കേരളത്തിൽ നടപ്പിലാവില്ലെന്നേ, ഒരിക്കലും നടപ്പിലാവില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാവണം. നേരത്തെ ഇന്ന് മാത്രം ഈ വാർത്ത കേൾക്കുന്ന ആളുകളല്ല മലയാളികൾ. ഇതിനു മുമ്പ് ശിവൻകുട്ടി പറഞ്ഞതും മാറ്റി പറഞ്ഞതും SFIക്കാർ പറഞ്ഞതും മാറ്റി പറഞ്ഞതും ന്യായീകരിച്ചൊക്കെ ഞങ്ങൾ അന്ന് ഇന്നും ഒരേ സ്റ്റാൻഡാണ്. മാറുന്നില്ല. അഭിലാഷിന് വലിയ സന്തോഷത്തിൽ വന്നിരുന്ന് സിനിമയുടെ കോമഡി കഥകൾ പറഞ്ഞ് ഞങ്ങളോട് ന്യായീകരിക്കാൻ പറയാണ്. ഞാൻ ഇരിക്കണം നോക്ക്. നമുക്ക് അഭിമാനത്തോടു കൂടി ജനങ്ങളോട് പറയാൻ കഴിയും, അന്നും ഇന്നും ഒരേ സ്റ്റാൻഡാണ്. ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി. ഒന്നങ്ങോട്ട് മാറി കൊടുക്ക്, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. CPM-കാര RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM3 എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകം ഒന്നും മലയാളി പഠിക്കണ്ട. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ച. ഈ ഷാജിയുടെ പ്രസംഗം നിങ്ങൾ 10 തവണ കേൾപ്പിച്ചോ? കൃത്യമാണ്. RSSന്റെ കാവ്യവൽക്കരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അനുവദിക്കില്ല എന്നല്ല പറഞ്ഞത്. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ആ ഷാജി പറഞ്ഞ PM3 ഏതെന്നറിയോ? മഹാത്മാ ഗാന്ധിജി ഇല്ലാത്ത PM3യെ കുറിച്ചാണ്. ശരി, അതല്ല മറുക ഒട്ടിച്ച നസീറും മറുകില്ലാത്ത നസീറും പോലെ അത് വേറെ PM3, ഇത് വേറെ PM3. അങ്ങനെയാണോ? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇതിപ്പോ ഇത്രയും പറഞ്ഞത് അന്ന് ഒപ്പിട്ട PM3 നടപ്പാക്കിയാ പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നടപ്പാക്കുന്ന വേറെ PM3 ആ PM3 അല്ലേ? ചമ്മിപ്പോയി